തൃശൂരിൽ വാക്കുതർക്കത്തിനിടെ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു. തൃശൂർ പുളിഞ്ചോട് സ്വദേശി ചുക്കത്ത് വീട്ടിൽ ഗോപാലനാണ് കുത്തേറ്റത്. മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ വിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് ഭാര്യയെ ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയായ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. എന്നാൽ കൊലപാതക കാരണം വ്യക്തമല്ല. കോട്ടയത്ത് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ നഗരസഭ മുൻ കൗൺസിലറും മകനും കസ്റ്റഡിയിൽ. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിൽ അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആദർശും സുഹൃത്തുക്കളും അർദ്ധരാത്രിയോടെ അഭിജിത്തിന്റെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയിരുന്നു. ഇത് സംഘർഷത്തിലെത്തുകയും അഭിജിത്ത് കത്തിയെടുത്ത് ആദർശിനെ കുത്തുകയുമായിരുന്നു. തിരുവല്ലയിൽ 47കാരന്റെ മരണം കൊലപാതകമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. പൊടിയാടി കൊച്ചുപുരയിൽ വീട്ടിൽ ശശികുമാറിനെയാണ് 13-ാം തീയതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് കരുതിയ കേസാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ തുടർന്ന് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് തൈറോയ്ഡ് ഗ്രന്ഥി തകർത്തുവെന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റവാളി ആരെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ആലപ്പുഴ കൈനഗിരി അനിത വധക്കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. നിലമ്പൂർ സ്വദേശി പ്രബീഷിനാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 വധശിക്ഷ വിധിച്ചത്. കൈനഗിരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയതാണ് കേസ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം 2021 ജൂലൈ 10-ാം തീയതിയാണ് പൂക്കൈതാറിൽ നിന്നും കണ്ടെത്തിയത്. കേസിൽ അനിതയുമായി അടുപ്പമുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി പ്രബീഷ്, ഇയാളുടെ സുഹൃത്ത് കൈനഗിരി സ്വദേശി രജനി എന്നിവരാണ് പ്രതികൾ. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിനു പിന്നാലെയായിരുന്നു കൊലപാതകം. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ജൂലൈ 9-ാം തീയതി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. കേസിൽ 4 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആദർശ് എന്ന യുവാവിനെ അഭിജിത്ത് കുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അഭിജിത്തിന്റെ വീട്ടിൽ തന്നെയുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് അരിങ്കൊലയിലേക്ക് നയിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ആദർശ് അഭിജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. തർക്കത്തിനൊടുവിൽ വീടിനകത്ത് നിന്നും കത്തിയെടുത്തുകൊണ്ടുവന്ന് ആദർശിനെ കുത്തുകയായിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആദർശിനൊപ്പം എത്തിയ സുഹൃത്തിനു വേണ്ടിയും പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. നിലവിൽ അഭിജിത്തും അച്ഛനും അമ്മയും കസ്റ്റഡിയിലാണ്. ആഡംബര കാറിനു വേണ്ടിയുള്ള തർക്കത്തിൽ അച്ഛൻ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച മകൻ മരിച്ചു. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ 28കാരൻ ഹൃദിക്കാണ് മരിച്ചത്. ആഡംബര കാർ വാങ്ങുന്നതിനായി പണം ആവശ്യപ്പെട്ട് മകൻ അച്ഛനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പ്രകോപിതനായ അച്ഛൻ മകനെ കമ്പിപ്പാര കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. സംഭവത്തിൽ ഹൃത്തിക്കിന്റെ അച്ഛൻ വിനയാനന്ദിനെ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 9-നായിരുന്നു സംഭവം.